എല്ലാ ദിവസവും ചപ്പാത്തിയും കറിയും കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇന്ന് നമുക്ക് വെറൈറ്റി ആയി ഒന്ന് ചിന്തിച്ചാലോ. അപ്പോൾ ഞാനിന്ന് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് ഒരു വെറൈറ്റി ഡിന്നറാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും നമുക്ക് രാത്രി കഴിക്കാൻ സമയത്ത് വരെ അതേ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഉണ്ടാവും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും വളരെ നല്ലതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിത് ഇവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആ പുഴുങ്ങിയ മുട്ട നമുക്കിത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു വലിയൊരു സവാളയുടെ പകുതി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ചെറുതായി നുറുക്കിയിടാൻ പറ്റിയാൽ അതും മതി, അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, അപ്പം നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. ഏത് ചോറ് നമുക്ക് എടുക്കാം. ഞാനിവിടെ മട്ടയരി ചോറാണ് എടുത്തിട്ടുള്ളത്. 125 ml കപ്പിൽ 1 കപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു തക്കാളിയാണ്. അതിൻ്റെ സ്കിൻ ഇതുപോലെ മാറ്റിയിട്ട് വേണം അടിച്ചെടുക്കാൻ. അത് നമ്മൾ ഒന്നെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ വെറുതെ അടുപ്പിൽ വെച്ച് അടച്ച് വെച്ചാലും മതി കേട്ടോ. അതിൻ്റെ സ്കിന്ന് നന്നായി തന്നെ പോയി കിട്ടും. ഇതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് ഒന്ന് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തൊലി അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചോറും തക്കാളിയും കൂടി നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഞാൻ തീരെ ചേർത്തിട്ടില്ല, ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. പിന്നെ നമ്മളുടെ ഈ അളവൊക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 250 ml 1 കപ്പിൽ ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ചേർത്ത അളവിൽ തന്നെ നിങ്ങൾ ചോറും ഇതേപോലെ തക്കാളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് കറക്റ്റാണ് കേട്ടോ. ഇത് നന്നായി തന്നെ കുഴച്ച് മയപ്പെടുത്തണം. ഇതുപോലെ കുറച്ച് സമയം കുഴച്ച് നമ്മളിതിന് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ട് നല്ല സോഫ്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസാക്കി എടുക്കണം. എനിക്കിവിടെ 6 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ നല്ല ഷേപ്പിലൊന്നും പരത്തിയെടുത്തിട്ടില്ല. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ ഒരു ലിഡ് വെച്ചിട്ടാണ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇത് നന്നായി തന്നെ വെച്ച് കൊടുക്കണം. നന്നായി തന്നെ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് കറി ഇല്ലാതെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ ഇതൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വിട്ടും വരില്ല, പക്ഷേ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. തക്കാളിയും ചോറും വെച്ച് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട് വളരെ സോഫ്റ്റാണ്. നമ്മൾ രാവിലെ ഉണ്ടാക്കിയാൽ നമുക്ക് രാത്രി കഴിക്കാൻ പറ്റും. പിന്നെ ഈ തക്കാളി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ ഈ പലഹാരത്തിന്. ഇനി ഇത് ഇതുപോലെ തിരിച്ചും മറച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.